എൻ്റെ ജ്യേഷ്ഠൻ, ഞങ്ങൾ 2 പുരുഷന്മാരും 2 സ്ത്രീകളുമായിരുന്നു. ഉള്ളേൽ മൂത്ത ജ്യേഷ്ഠൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം അടൂർ സബ് ഇൻസ്പെക്ടറായി 2 കൊല്ലം ഇരുന്ന ശേഷം ഇവിടെ വെച്ചാണ് തനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഈ അടൂരിരിക്കുമ്പോഴാണ് പ്രൊമോഷൻ വന്നത്. ആ പ്രൊമോഷൻ കിട്ടിയ ശേഷം 16 ദിവസം മാത്രമേ താൻ ജീവിച്ചിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഒരു പറ്റം പോലീസുകാരോടുകൂടെ ഒരു കേസ് അന്വേഷണത്തിനായിട്ട് നൂർനാട് ഇപ്പുറത്തുള്ള ശൂരനാട് എന്ന സ്ഥലത്തേക്ക് പോയി. രാത്രി സമയം ഒരു ചാലിൽ മീൻ പിടിക്കുന്നതിന് ഉണ്ടായ തർക്കമാണ് ആ കേസ്. അത് യാഥാർത്ഥ്യമായിരിക്കാം, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതായിരിക്കാം, അറിഞ്ഞുകൂടാ. ഞങ്ങളത് ആഴത്തിൽ അന്വേഷിക്കാൻ പോയിട്ടില്ല. എന്നാൽ 200-ൽ പരം പേർ അദ്ദേഹത്തെ എല്ലാവിധ ആയുധങ്ങളോടുകൂടെ വളഞ്ഞു. തൻ്റെ കൂടെയുള്ള പോലീസുകാരിൽ 4 പേരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. തൻ്റെ കയ്യിൽ ഒരു പുതിയ റിവോൾവർ എൻ്റെ സഹോദരൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ ഒത്തില്ല. അതിദാരുണമായി ശൂരനാട് എന്ന സ്ഥലത്തെ ഒരു വയലോരത്ത് വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു. അതാണ് ശൂരനാട് കൊലക്കേസ് എന്ന് പരക്കെ കേരളം മുഴുവനോ ഇന്ത്യ മുഴുവനോ അറിഞ്ഞ ഒരു വലിയ കൊലക്കേസ്. തന്നോടുകൂടെയുള്ള ഉണ്ടായിരുന്ന 8 പോലീസുകാരിൽ 6 പേരും വധിക്കപ്പെട്ടു. സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന അദ്ദേഹവും 16 ദിവസമേ ആയുള്ളൂ അടൂരെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട്. ഇവിടെ സബ് ഇൻസ്പെക്ടറായിട്ട് 2 കൊല്ലം ഇരുന്ന ശേഷമാണ് അദ്ദേഹം വളരെ ദയനീയമായി വധിക്കപ്പെട്ടു. ഞാൻ ശേഷിച്ചു, പുരുഷപ്രജയിൽ ഞാൻ ശേഷിച്ചു. എൻ്റെ 2 സഹോദരിമാരിൽ ഒരാൾ ഇപ്പോഴുണ്ട്. ഇനി അത് ചരിത്രം വേണ്ട. എൻ്റെ സഹോദരൻ മരിക്കുമ്പോൾ ഞാൻ കൊളംബോയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിലോണിൻ്റെ തലസ്ഥാനമായ കൊളംബോയിൽ. അവിടെ താമസിച്ചാണ് ഞാൻ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം ചെയ്തത്. ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ ബൈബിൾ അക്കാഡമിയിൽ ഞാൻ 3 വർഷം പഠിച്ചു. അതിൻ്റെ ഫൈനൽ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. അപ്പോഴാണ് എൻ്റെ ബ്രദറിൻ്റെ മരണം. അന്ന് തന്നെ കപ്പൽ മാർഗമാണ് തിരിച്ചത്. അന്ന് ആഴ്ചയിലൊരിക്കലേ സിലോണിലേക്ക് പ്ലെയിൻ ഉള്ളൂ. ഈ മരണം നടന്ന ദിവസത്തിൽ ഞാനൊരു കൺവെൻഷനിൽ, അവിടുത്തെ ജനറൽ കൺവെൻഷനിൽ ഒരു ഇംഗ്ലീഷ് പാട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനവിടെ പാട്ടിന് ഒരു പ്രത്യേക ഗ്രേഡിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ട് ഹിം ലീഡർ അല്ലെങ്കിൽ പാട്ടിൻ്റെ ലീഡർ എന്നുള്ള പദവിയിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടു. വലിയ കൺവെൻഷനാണ്. ഞാൻ ഒടുവിൽ ആ പാടിക്കൊണ്ടിരുന്ന പാട്ട് പിന്നീട് ഞാൻ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കത്തക്കവണ്ണം അത് നൽകിയിട്ടുണ്ട്. ഞാൻ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. നിങ്ങൾക്ക് കൊതി കാണും ഏത് പാട്ടാണ്. എനിക്ക് ബൈബിൾ വയ്ക്കാം, സ്റ്റൂൾ തരാം. You please take a chair. No, that's not good. You give a chair for him. Yeah, you're right.
അതിൻ്റെ കോറസ് മാത്രം ഞാൻ പാട്ടെല്ലാം പാടാൻ ഒക്കില്ല. Leave it there, leave it there. Take your burdens to the Lord and leave it there. If you trust and never doubt, He will surely bring you out. Take your burdens to the Lord and leave it there. ഏത് പാട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാനത് നല്ല ശുദ്ധ മലയാളത്തിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വയ്ക്കുക 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 നിൻ ഭാരം അവൻ പാദത്തിൽ, സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ലോകം നിന്നിലുള്ള വെള്ളി പൊന്നിവ എടുത്ത പിൻ ലോഭമായി ജീവിക്കണം നീ എങ്കിലോ, പോഷിപ്പിക്കുന്നില്ലയോ പറവജാതിയെ അവൻ, വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരം അവൻ പാദത്തിൽ, സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ഈ പാട്ട് ഞാൻ എഴുതുന്നതിനോ ചില ആഴ്ചകൾക്ക് മുമ്പാണ് ജപ്പാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ അറ്റാക്ക് ചെയ്തു. അത് വിശാഖപട്ടണത്തിന് ആന്ധ്രയിൽ നിന്ന് മദ്രാസിൽ നിന്ന് ആന്ധ്രയിലേക്ക് പോകുന്ന റെയിൽവേ ലൈനിൽ ആന്ധ്രയോട് അടുത്ത ഒരു സ്ഥാനത്ത് ഒരു വലിയ പാലത്തിലാണ് ആദ്യം ജപ്പാൻകാരുടെ ഒരു ബോംബ്, അവർ ഒരു ബോംബേ ഇന്ത്യയിൽ ഇട്ടുള്ളൂ ആകെ. ആ പാലം കത്തിയെറിയുന്നത് മദ്രാസിൽ ഞാൻ താമസിക്കുമ്പോൾ ഒരു 5 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ 5ാമത്തെ നിലയിലാണ് എനിക്ക് ബെഡ്റൂം തന്നിരിക്കുന്നത്. അതിലെല്ലാം കർത്താവിൻ്റെ വേലക്കാർ ആണ്. ഓരോ നിലകളിലും ഓരോ റൂമുകളിലും സുവിശേഷ പരിശീലനം ചെയ്യുന്ന ബൈബിൾ സ്റ്റുഡൻസ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി റോയപുരം എന്ന സ്ഥലത്ത് ഉള്ള ഒരു വൻകിട കെട്ടിടത്തിൻ്റെ മുകളിൽ ആ മുകളിലത്തെ നിലയിൽ ഇരുന്നു കൊണ്ട് ഈ സംഭവം ആ മദ്രാസ് പട്ടണം അന്ധതമസിൽ മൂടിയിരിക്കുകയാണ്. ഒരു വീട്ടിലും ലൈറ്റ് ഇടുവാൻ സമ്മതിക്കില്ല. കാരണം എവിടെ വെളിച്ചം കണ്ടാലും ജപ്പാൻകാർ ആക്രമിക്കുന്നുള്ള ഭീതി. ആ രംഗത്താണ് ഈ പാട്ട് എൻ്റെ ടീച്ചറായ പാസ്റ്റർ ബെഞ്ചമിൻ സെൽവരിത്തനം എന്ന സിലോൺകാരനായ ടീച്ചർ അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ പാട്ട് എഴുതിയത്. എന്നാൽ അല്പം ചില നാളുകൾക്ക് ശേഷം അതേ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എൻ്റെ ഗുരുഭൂതനായ ബെഞ്ചമിൻ സെൽവരിത്തനം ഏത് റൂമിലിരുന്ന് ഈ പാട്ട് എഴുതിയോ അതേ റൂമിലിരുന്നു കൊണ്ട് ഞാൻ മുഴങ്കാൽ മടക്കിയിരുന്നാണ് ഈ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതാണ് നിങ്ങൾ പാടുന്ന ആ പാട്ട്. ഒരു പക്ഷേ അനേക പാട്ടുകൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിട്ടും 1947 മുതൽ ആ പാട്ട് നിലകൊള്ളുന്നു. ആരും മറന്നിട്ടില്ല. നിൻ്റെ ഭാരം ദൈവത്തിൻ്റെ മേൽ വയ്ക്കുക, നിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറ, നിൻ്റെ ഉത്തരവാദിത്വം ദൈവവുമായിട്ട് സംസാരിക്കുക. സ്പീക്ക് വിത്ത് യുവർ ലോർഡ് ലൗഡ്ലി ഓർ സൈലൻ്റ്ലി. ശാന്തമായിട്ട് പറഞ്ഞാലും കേൾക്കും, ഉച്ചത്തിൽ പറഞ്ഞാലും കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം
നമുക്ക് ജീവിക്കുന്നു. എല്ലാവരും അവിടെ വലത് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വരുവാൻ ഇടയായതിൽ സന്തോഷമുണ്ട്. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ചിലത് തൊടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. തൊട്ടുപോയെങ്കിൽ ആ അധ്യായത്തിനകത്തോട്ട് കൈയിട്ടാൽ പിന്നെ എനിക്ക് കയറി വരാൻ വേണ്ടി വിഷമമാണ്. അങ്ങനെയുള്ള ഒരു ദീർഘ അധ്യായമാണ്. പാപിയും ദോഷിയും കൊള്ളരുതാത്തവനും ദൈവത്തിൻ്റെ യാതൊന്നിനും ഉപയോഗമില്ലാത്തവനുമായി പാപത്തിൻ്റെ എൻ്റെ ഒരു പാട്ടിൽ അത് ചേർത്തിട്ടുണ്ട്. ഞാൻ എഴുതിയ വരികൾ ഇന്നത്തെ ആത്മീയ ലോകം അല്പം വ്യത്യാസപ്പെടുത്തി. വിക്ടറേഴ്സ് സോങ് എന്ന് പറഞ്ഞ് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. വിജയശ്രീ ലാളിതരായവരുടെ പാട്ട്. അതാണ് അതിന് ഹെഡിങ് കൊടുത്തത്. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവോ. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവോ. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം സ്തുതിച്ചിടാം. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം ഉയർത്തിടാം. പിൽക്കാലത്ത് ഒരു നേതാവായിരുന്ന ഒരു ദേവദാസൻ തിരുനക്കര മൈതാനത്ത് വെച്ച് ഈ പാട്ടൊന്ന് തിരുത്തിച്ചു. അദ്ദേഹം വളരെ പോഷത്വമായ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞു. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും പൂർണ്ണ ജയമെടുക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ആ പാട്ട് ദയ ലഭിച്ചോർന്ന് മാറ്റാം. തിരുനക്കര മൈതാനത്ത് വെച്ചാണ് അത് മാറ്റിയത്. അങ്ങനെയാണ് ആ പാട്ട് ദയ ലഭിച്ചോ. അത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ തല ചൊറിഞ്ഞു വരും. കാരണം വിഹിതമല്ലാത്തൊരു ഉപദേശം കൊണ്ടാണ് പഠിപ്പിച്ചത്. ഈ ലോകത്തിൽ വച്ച് ജയിക്കാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ ഏത് ലോകത്തിൽ ചെന്നാ ജയിക്കുന്നത്? ജയിക്കാത്തവർ മേലോകത്തേക്ക് പോകുമോ? അവർ കീഴ്ലോകത്തേക്കല്ലേ പോകൂ? വളരെ ഉപദേശശുദ്ധിയോടുകൂടെ എഴുതിയതാ പാട്ട്. അത് മാറ്റിയ ദൈവദാസൻ്റെ അന്ത്യവും ഞാൻ പോയി കണ്ടു. സ്വന്തമായി അമേദ്യം, തൻ്റെ സ്വന്തം അമേദ്യം വാരി വരുന്നവരെ എറിഞ്ഞതിൽ എൻ്റെ മേത്ത് വിച്ചിരി വീണു. ഒരു വലിയ കേൾവിപ്പെട്ട പാസ്റ്ററാണ്. പേര് പറയത്തില്ല, അവരുടെ വീട്ടുപേരും പറയില്ല. ആരെയും ചീത്തയാക്കാനല്ല നമ്മുടെ രംഗം. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ നീ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കാവുന്നവർ എത്രയോ പേര് വേറെ ഇരിക്കുന്നു. നീ അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിക്കാൻ മനസ്സോടെ എത്ര പേര് വന്നിരിക്കുന്നു. നീ കൈവക്കിയില്ലേ? കൈവക്കാൻ തയ്യാറായിട്ട് എത്ര കൈകൾ ഇവിടെ ഉണ്ട്. നിനക്ക് കഴിയാത്തത്, നിനക്കൊക്കാത്തത് ആർക്കും ഒക്കില്ല എന്ന് പഠിപ്പിക്കരുത്. ആ ആളിൻ്റെ പേര് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. ഒരു വലിയ സഭയുടെ അസിസ്റ്റന്റ് പ്രസിഡൻ്റായിരുന്നു. തൻ്റെ മരണസമയത്ത് ഞാൻ ആ വീടിൻ്റെ മുറ്റത്തുണ്ട്. നിരാശയോടുള്ള മരണം, പ്രത്യാശയില്ലാത്ത മരണം, കൺവെൻഷൻ സ്റ്റേജുകൾ ഇളക്കിയ ആൾ, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും കൺവെൻഷൻ സ്റ്റേജുകളെ ഇളക്കി മറിച്ച ആൾ ഇത്ര നിരാശയോടെ മരിക്കേണ്ടി വന്നുവോ? ഞാനതിന് സാക്ഷിയാണ്. ചില പാഠങ്ങൾ പഠിക്കണം. നിനക്കെന്തോ കൃപകൾ കിട്ടിയാലും, ഭാഷാ പരിജ്ഞാനം കിട്ടിയാലും, പാട്ടിൻ്റെ പരിജ്ഞാനം കിട്ടിയാലും,
സംഗീത വിദഗ്ധനായാലും പ്രസംഗ വിദഗ്ധനായാലും ഒക്കെ ആയാലും കീപ് യുവർസെൽസ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനപ്രകാരം നിന്നെ തന്നെ സൂക്ഷിക്കണം. കീപ് യുവർ ഫെയ്ത്ത്, കീപ് യുവർ ലൈഫ്, കീപ് യുവർ ഇന്നർ ലൈഫ്, and keep your outer dealings, and keep your activities, and keep your thoughts, and keep your thinking, and everything. Keep yourselves. നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. ഇതൊരു പാഠമായിരിക്കട്ടെ. ഞാൻ ഒരാളുടെ ചരിത്രം പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കാനല്ല, അദ്ദേഹത്തിൻ്റെ അന്ത്യവും ഞാൻ കാണേണ്ടി വന്നു. ഞാൻ പിന്നെ ആ തിരുത്തി അതേ സ്ഥാനത്ത് കൺവെൻഷൻ സ്റ്റേജ് തയ്യാറാക്കി കോട്ടയം തിരുനക്കര മൈതാനത്ത് ഞാൻ 3 ദിവസം പിന്നെ പ്രസംഗിക്കേണ്ടി വന്നു. ഞാൻ വിദ്യാർത്ഥിയാണപ്പോൾ കൊളംബിൽ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ 3 ദിവസം അവിടെ പ്രസംഗിക്കേണ്ടി വന്നു. ആ 3 ദിവസം ആ പാട്ട് അതിന് ഒറിജിനലായിട്ട് പാടി. ജയമെടുത്തവർ നാം, ജയിച്ചവരുടെ പാട്ട്, ജയിക്കുന്ന വ്യക്തികളുടെ പാട്ട്, ജയാളികളായ ജനം, ജയാളികളായ വിശുദ്ധന്മാർ, ജയാളികളായ സഭ, തോറ്റു തൊപ്പിയും കമത്തിക്കൊണ്ട് നടക്കുന്നവൻ്റെ സഭയല്ല സഭ. നമ്മുടെ ഈ കൂട്ടങ്ങളുടെ ഉദ്ദേശവും നാം ഈ ക്രൗഡ് മുഴുവൻ വിളിച്ചു കൂട്ടുന്നതിൻ്റെ ഉദ്ദേശവും ദേശത്ത് നാം പ്രഭാഷണം ചെയ്യുന്ന പരസ്യപ്പെടുത്തുന്ന കാര്യങ്ങളുടെ എല്ലാ ഉദ്ദേശം അത് തന്നെയാണ്. ജയിച്ചവനായവൻ്റെ അടുക്കൽ ചെല്ലുക, ജയിച്ചവനോടുകൂടെയുള്ള കൂട്ടായ്മ, ജയിച്ചവനുമായുള്ള ബന്ധം, ജയിച്ചവനിൽ നിന്നുള്ള സ്വീകരണം. തോറ്റ വ്യക്തികളുടെ കേട്ട് നിങ്ങൾ ആകമാനം ചഞ്ചലിക്കരുത്. ആത്മീയത്തിൽ ജീവിക്കാൻ കഴിവില്ലാത്ത ചിലർ തോറ്റ് തൊപ്പിയും കമത്തിക്കൊണ്ട് പോകുന്നവർ, ഓ അതൊക്കെ വെറുതെ ആടും, ഓ ഇതൊക്കെ വെറുതെ ആടും, അതൊക്കെ ചുമ്മാതല്ലേ, അതൊക്കെ വെറുതെ അല്ലയോ, ഇതൊക്കെ പ്രലോഭനങ്ങളല്ല. അല്ല, ഇതൊന്നും പ്രലോഭനങ്ങളല്ല. These are the experience of the saints of God. ഞാൻ അഭിഷേകം പൂർണ്ണമായിട്ട് അന്യഭാഷ അടയാളത്തോളം പ്രാപിച്ചത് 1946 ആണ്ടാണ്. 45 ഞാൻ സ്ഥാനപ്പെട്ടു. 46 ആണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര പുലമൻ ജംഗ്ഷന് തെക്കുവശാന്ന് മുഴുവൻ വയലാണ്. ചില സഭകളുടെ ജനറൽ കൺവെൻഷൻ അവിടെ ആയിരുന്നു നടന്നു വന്നത്. ആ വയലിൽ അങ്ങനെ ഒരു പെന്തിക്കോസ്ത് സഭയുടെ സിറോൺ പെന്തിക്കോസ്ത് മിഷന്റെ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ഈ പാട്ടുകാരൻ കൂടെ ആയതുകൊണ്ട് എന്നെ സ്റ്റേജിനടുത്തായി ഇരുത്തു. മുട്ടങ്കി വർഗീസ് അന്നേ കിട്ടിയ പേരാ തന്നെയാ. പാസ്റ്റർ ജോൺ വർഗീസൊക്കെ പിന്നല്ലയോ. ജോൺ വർഗീസ് എന്നാ ഒറിജിനൽ പേര്. എന്നാൽ അന്ന് മുതലേ മുട്ടങ്കി വർഗീസ് അല്ലെങ്കിൽ മുട്ടങ്കി വർച്ചൻ എന്ന് വിളിച്ചു വന്നു. പാസ്റ്റർമാർ എന്നെ അടുക്കലിരുത്തും. കാരണം സന്ദർഭോചിതമായിട്ട് പാടാൻ എന്നെ ചൂണ്ടും. യു 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 സ്റ്റാൻഡപ്പ്, യു സ്റ്റാൻഡപ്പ് എന്ന് പറയും. ഞാൻ നല്ല ചെറുപ്പമാണ്, എന്നാൽ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. നല്ല പവറാണ്, അന്യഭാഷയില്ല. ആ കൺവെൻഷൻ സ്റ്റേജിൽ ഒരു കൺവെൻഷൻ പാട്ടുകളെല്ലാം കഴിഞ്ഞ് താഴോട്ടിരുന്നപ്പോൾ സിലോണിൽ നിന്നൊരു വലിയ പ്രസംഗിയനാണ് പ്രസംഗം. അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇംഗ്ലീഷ് പാട്ട് പാടാൻ എന്നെ കൈ ചൂണ്ടി. വർഗീസ്, വർഗീസ് സ്റ്റാർട്ട് ആൻ ഇംഗ്ലീഷ് സോങ്. ഞാനൊരു ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അനന്ത ശക്തി എൻ്റെ മേൽ വന്നു. സത്യത്തിൽ യോഗം പിരിച്ചുവിടേണ്ട പാസ്റ്റർമാർ 1 മണിക്കൂർ കഴിഞ്ഞ് അവനെ യോഗം പിരിച്ചുവിട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വ്യാപരിച്ചിട്ട് അന്നത്തെ പ്രസംഗത്തെക്കാൾ ശക്തമായ നിലയിൽ ഉള്ള പ്രവചനവും കൂടെ തന്ന് ജനത്തെ ആശ്വസിപ്പിക്കുകയും ജനത്തെ ധൈര്യപ്പെടുത്തുകയും
ജനത്തെ ഉല്ലസിപ്പിക്കുകയും ജനത്തെ ദൈവകൃപയിൽ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുവാൻ ആ അഭിഷേകം ദൈവം ആ വിധത്തിലാണ് തന്നത്. ഞാൻ ദൈവാത്മാവിൻ്റെ നിറവ് ഒന്ന് ശമിച്ച് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ 40-ൽ പരം പേർ കൈകോർത്ത് പിടിച്ച് പുറകിൽ നിൽക്കുകയാണ്. കാരണം പുറകിലൊരു തോടാണ്, ഒരു വലിയ ജലം ഒഴുകുന്ന തോടാണ്. കൊട്ടാരക്കര പുലവൻ ജംഗ്ഷൻ്റെ അപ്പുറം. ആ തോട്ടിലോട്ട് ഞാൻ മറിഞ്ഞു പോകാതിരിപ്പാൻ കുതിക്കുകയാണ്. കുതിച്ച് തോട്ടിൽ പോകാതിരിപ്പാൻ 10-40 പേർ 2 വരിയായി നിന്ന് കൈകോർത്ത് പിടിച്ച് നിൽക്കുക. അതിനിടയ്ക്ക് ഞാൻ കേട്ടു, ലീവ് ഹിം, അവനെ വിട്. ഹി ഈസ് എ മാൻ ഓഫ് ഗോഡ്. God wants to use him all over the world to testify his name. ആ ഇംഗ്ലീഷ് പ്രാസംഗികര് ഇങ്ങനെ പറയുകയാണ്, അവൻ ലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ച് യേശുവിനെ ഉയർത്തേണ്ടവനാണ്. അവനെ വിട്ടുപോട്. അത് എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയാനല്ല, അത് സംഭവിച്ചു. ഭാഗ്യവശാൽ കൃപയാൽ നിങ്ങൾ വസിക്കുന്ന ഈ 24,000 മൈൽ ചുറ്റളവുള്ള ഈ ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലേക്കും ദൈവം എന്നെ അയച്ചു. ഏറ്റവും ഒടുവിൽ പോയത് ഞാൻ ന്യൂസിലാൻഡിലാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് സെൻട്രൽ ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോയി. ഓസ്ട്രേലിയൻ ദ്വീപിൽ നിന്ന് 1000 മൈൽ അപ്പുറത്താണ് ന്യൂസിലാൻഡ്. 3 ദിവസമേ ഞാൻ അവിടെ താമസിച്ചുള്ളൂ. ഒരു കത്തോലിക്ക ഭവനക്കാരാണ് എന്നെ സ്വീകരിച്ചത്. അവിടെ പെന്തിക്കോസ്തുകാരെന്ന് വളരെ കുറവായിരുന്നു, ചിലറി എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആ 3 ദിവസം ഞാൻ താമസിച്ച വീട്ടുകാർ ഇപ്പോൾ എൻ്റെ കൊച്ചുമകൻ്റെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ടു. എൻ്റെ 5ാമത്തെ മകൻ്റെ മകൻ ഇപ്പം ന്യൂസിലാൻഡിലുണ്ട്. അവർ ന്യൂസിലാൻഡിൽ പോയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയല്ല, ദൈവകൃപയാൽ എൻ്റെ വീട്ടുപേര് വെച്ച് തന്നെ അവിടെ ഒരു ആശുപത്രി കൂടെ അവർ തുറന്നിരിക്കുക. അവൻ്റെ ഭാര്യ ലേഡി ഡോക്ടറാണ്, ഭാര്യയുടെ അമ്മ ലേഡി ഡോക്ടറാണ്, അവൻ്റെ ഭാര്യയുടെ അനുജത്തി ലേഡി ഡോക്ടറാണ്. അവർ 3 ലേഡി ഡോക്ടർമാരും കൂടി ബഥേൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഇപ്പം ന്യൂസിലാൻഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബഥേൽ എൻ്റെ വീട്ടുകാരാണ്. ഞാൻ വളരെ വഴക്ക് പറഞ്ഞവരെ, എൻ്റെ വീട്ടുപേര് വെച്ച് ആശുപത്രി സ്ഥാപിച്ചാൽ ഞാൻ ദൈവിക രോഗശാന്തി പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തി ന്യൂസിലാൻഡിലാണ് ആശുപത്രി ആരംഭിച്ചിരിക്കുന്നതെന്ന് ആക്ഷേപിക്കും. അവർ വഹിക്കുന്നില്ല. അവരത് തുടങ്ങി നല്ല നിലയിൽ നടക്കുന്നു. അവിടെ എൻ്റെ ആ കൊച്ചുമകൻ, എൻ്റെ 5ാമത്തെ മകൻ്റെ മകൻ, അവനിപ്പോൾ ന്യൂസിലാൻഡ് ഗവൺമെൻറ്റിലൊരു ഉന്നത ഉദ്യോഗം അവന് ലഭിച്ചെങ്കിലും ആ ഉദ്യോഗത്തെ സാരമാക്കാതെ അവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മുൻപോട്ട് വന്നിരിക്കുകയാണ്. അവൻ അവിടെ ഒരു നല്ല വേലസ്ഥലം തന്നെ ഓപ്പൺ ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് എനിക്ക് ഫോൺ, അപ്പച്ചാ ഇന്നെന്തോ ആ പ്രോഗ്രാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മീറ്റിങ്ങിന് പോവാം. we are very much happy and our work is progressing. നമ്മുടെ വേല വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഹൗ ഈസ് യുവർ വൈഫ് ആൻഡ് ഹൗ ആർ അതേഴ്സ്, വേർ ഇസ് യുവർ മദർ ഇൻ ലോ എന്നൊക്കെ ചോദിച്ചു. ഭാഗ്യവശാൽ അവിടെ അവരെ ആശുപത്രി സ്ഥാപിച്ചതിനേക്കാൾ വലുതായി ദൈവത്തിൻ്റെ വേല സ്ഥാപിച്ചു. ഞാനിത് പുകഴ്ത്തി പറയാനല്ല, നിങ്ങൾ കാൽ വയ്ക്കുന്ന ഇടം ദൈവം നമുക്ക് അവകാശമായി തരികയാണ്. ഭാഗ്യവശാലായിരിക്കാം ഈ നിങ്ങൾ വസിക്കുന്ന ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രധാന രാജ്യങ്ങളിലേക്കും ചൈനയ്ക്ക് ഉള്ളിലേക്ക് മാത്രം പാലത്തില്ല. ചൈനയുടെ കിഴക്കേറ്റത്തുള്ള ഹോങ്കോങ്ങിൽ പോയി. അവിടെ നിന്നാണ് ഞാൻ ജപ്പാനിലേക്ക് പോയത്. ജപ്പാനിൽ 2 ആഴ്ച, അനുഭവം വിട്ട് തകർത്ത് കളഞ്ഞ നാഗസാക്കി 1 ആഴ്ച. പ്രിയരേ, ഇവിടെ എല്ലാം ഇപ്പോൾ അനേക ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം പേരിൽ ഒരു സഭയിൽ സ്ഥാപിച്ചിട്ടില്ല, സ്ഥാപിക്കുകയുമില്ല.
എന്നെ വിളിച്ച വിളി എനിക്കറിയാവുന്നത് കൊണ്ട് എൻ്റെ സ്വന്തം പേരിലൊരു സഭ സ്ഥാപിച്ച് ഒരു കൂട്ടാകൂടാനല്ല, ലോകമെങ്ങും പ്രചരിപ്പിക്കാവുന്ന, ലോകമെങ്ങും അംഗീകരിക്കാവുന്ന, ലോകമെങ്ങും പ്രസിദ്ധപ്പെടുത്താവുന്ന ഈ മഹാവലിയ സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷിയാക്കി ദൈവം എന്നെ വെച്ചിരിക്കുന്നു. എൻ്റെ സാക്ഷി ഇനി ഞാൻ നീട്ടുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അല്പസമയം കടക്കണം. നിങ്ങളുടെ സമയത്തെ ഞാൻ കൊല്ലുകയില്ല. ഒരു പക്ഷേ ഒരു പ്രായാധിക്യമുള്ള ആള് 10 മിനിറ്റ് നീട്ടിപ്പോയത് കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോവുകയില്ല എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഒരു 10 മിനിറ്റ് നീട്ടിപ്പോയി, അത് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 7, 6, 7, 8, 9 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻസ്. നാം സന്തോഷിച്ച് ഉല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ വെച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപുറത്തുകൾ തന്നെ. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണം, ഒരു കല്യാണക്കുറിയാണ് ഞാൻ വായിപ്പിച്ചത്. ഇന്നലെ ഒരു കല്യാണത്തിന് അതിന് ഉറപ്പിന് സംബന്ധിച്ച പിന്നെ ചെറുക്കനെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് ചുമതല തന്നു. പ്രാർത്ഥനയുടെ ചുമതലയിൽ ചിലത് ഞാൻ ചെയ്തു. കല്യാണം മറ്റന്നാളാണെങ്കിലും ഞാൻ മറ്റന്നാൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് എന്നെക്കൊണ്ട് തന്നെ അവരെ കല്യാണ ദിവസം പ്രാർത്ഥിപ്പിക്കുന്ന പോലെ തന്നെ അങ്ങ് പ്രാർത്ഥിപ്പിച്ചു. ഒരു കല്യാണം, ഇവിടെ ഒരു കല്യാണക്കുറി നിങ്ങൾക്ക് വായിച്ചു കേട്ടു. ഒരു മണവാളന് വേണ്ടി ഒരുങ്ങുന്നൊരു മണവാട്ടി, കല്യാണം വന്നുവല്ലോ, വരുന്നുവല്ലോ എന്ന്. ഇറ്റ്സ് കമ്മിങ്. ഒരു കല്യാണം വരുന്നു. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. എന്നാൽ യു ആർ ഹിയറിങ് എ റിയാലിറ്റി, ഒരു സത്യത്തെയാണ് നിങ്ങൾ കേൾക്കുന്നത്. യു ക്യാൻ അക്സെപ്റ്റ് ഓർ യു ക്യാൻ റിജക്റ്റ്. യു ക്യാൻ റിസീവ് ഓർ യു ക്യാൻ ടേക്ക് ഇറ്റ് അവേ, മാറ്റിക്കളയാം. എന്നാൽ if you are accepting the truth, you will be a blessed man for God. നീ സത്യത്തെ അംഗീകരിക്കാമെങ്കിൽ നീ ദൈവത്തിന് പ്രയോജനമുള്ളവനായിത്തീരും. പെന്തക്കോസ്ത് യോഗത്തിന് പോയ പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്കിരുന്ന 1-ാം ദിവസം തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു. എൻ്റെ 20-ാം വയസ്സിൻ്റെ ബിഗിനിങ്, 19 കഴിഞ്ഞ് 20-ലേക്ക് കയറുന്ന എൻ്റെ ബർത്ത്ഡേ ദിവസമാണത്. അതിനുള്ളിൽ മലയാള ഭാഷയിൽ ഒരു നല്ല വിദ്യ ഞാൻ അഭ്യസിച്ചു. മലയാളം ഹയറിൻ്റെ ട്രെയിനിങ്, 2 വർഷം മലയാള വിദ്വാൻ. അതാണ് അന്ന് മലയാള സ്റ്റാൻഡേർഡിൽ ഏറ്റവും ഉയർന്ന ഡിഗ്രി മലയാള വിദ്വാനാണ്. ഇതെല്ലാം എൻ്റെ 19 വയസ്സിനുള്ളിൽ ഞാൻ പൂർത്തീകരിച്ചു. അതുകൊണ്ട് മലയാള ഭാഷയിൽ നല്ല ഒരു പാണ്ഡിത്യം തന്നെ ഉണ്ടായി. ഇരിക്കട്ടെ, അതൊന്നും പോരാ. എങ്കിലും അങ്ങനെ ഇരുന്ന് ഒരു നല്ല കൂട്ടുകെട്ടും ഉണ്ടാക്കി. മുട്ടം എന്ന സ്ഥലത്താണ് ഞങ്ങളപ്പോൾ താമസം. ഞാൻ ജനിച്ചത് പള്ളിപ്പാട്ടാണ്. പള്ളിപ്പാട്ട് ജനിച്ച് എൻ്റെ 3-ാമത്തെ വയസ്സിൽ അപ്പച്ചൻ മുട്ടത്ത് സ്ഥലം വാങ്ങി കെട്ടിടം പണിഞ്ഞു. അദ്ദേഹം കച്ചേരിയിലൊരു ജോലിക്കാരനായതുകൊണ്ട് അന്ന് വണ്ടിയും കാറും ഒന്നും അധികമില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെങ്ങും കാറും വരികയില്ല, കാളവണ്ടി പോലും വരികയില്ല. അങ്ങനെ ഒരു കുഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എന്നാൽ മുട്ടത്തോട്ട് അപ്പച്ചൻ സ്ഥലം വാങ്ങിച്ച് മാറിയത്. അപ്പച്ചന് ദിവസവും കച്ചേരിയിൽ പോകണമല്ലോ. അതിന് രാവിലെ ഒരു വണ്ടി ഹരിപ്പാട്ടേക്ക് പോകും. ഹരിപ്പാട്ട് കച്ചേരിയിൽ
കോടതി രജിസ്ട്രാറായിരുന്നു എൻ്റെ അപ്പൻ. അതിനാണ് മലയാള വാക്ക് ആമ്യൻ എന്ന് പറയാം. ആമ്യൻ, കോടതിയിലെ ആമ്യൻ. മുൻസിപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ജോലിയാണ് അദ്ദേഹം. ആ ജോലിയാണ് ഇപ്പോൾ മുൻസിപ്പ് കോർട്ട് രജിസ്ട്രാറായിരിക്കുന്നത്. ആ ജോലി ആയിരുന്നുകൊണ്ട് അപ്പച്ചൻ്റെ ജോലി സൗകര്യത്തിന് വേണ്ടി ആണ് മുട്ടത്തേക്ക് വന്നത്. ഞാൻ ജനിച്ചത് പള്ളിപ്പാട്ടാണ് എങ്കിൽ ആ മുട്ടത്തേക്ക് വന്നതുകൊണ്ട് ആ പേര് എൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്തിരിക്കുക. ഞാൻ മുട്ടം വിട്ടിട്ട് എത്ര വർഷമായി? മുട്ടം വർഗീസ്. ആ പേര് എങ്ങനെയൊക്കെ തൂത്ത് തുടച്ച് നോക്കിയിട്ടും മാറുന്നില്ല. ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച ഒരു ശിഷ്യൻ ഇപ്പോൾ മന്ത്രിസഭയിലുണ്ട്, ചെന്നിത്തല. 3 വർഷം ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച. എവിടെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോകുന്നോ ചെന്നിത്തല. പുള്ളിയുടെ പേര് പോലും പറയത്തില്ല, ചെന്നിത്തല എന്ന് പറഞ്ഞവരാണ് എനിക്കും പറ്റിയിരിക്കുന്നത്. എന്നാൽ ദൈവോദ്ദേശപ്രകാരം ഞങ്ങളുടെ സ്ഥലത്ത് ദൈവത്തിൻ്റെ വേല ത്യാഗമായ നിലയിൽ ആരംഭിച്ചു. വാടക വീടെടുത്ത് ദൈവത്തിൻ്റെ വേലക്കാർ ചിലർ അവിടെ വന്ന് താമസിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിൻ്റെ വേല ആരംഭിച്ചു. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് പറ്റുവരവുള്ള കടയിലേക്ക് പോയി സിഗരറ്റ് വാങ്ങി 10 പാക്കറ്റ് സിഗരറ്റ് വേണം എനിക്ക് ഒരു ദിവസം. 100 സിഗരറ്റ് പിടിക്കും. 10 പാക്കറ്റ് ഒന്നിച്ച് വാങ്ങിച്ചു കൊണ്ടുവയ്ക്കും. കൂട്ടുകാർക്ക് 1-2 കൊടുത്തെന്നിരിക്കാം. എന്നാൽ ഇതിന് പോയിട്ട് ഞാൻ വരുമ്പോൾ വഴിയരികിൽ ഒരു ശബ്ദം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു 5-6 പേർ ഒരു മണ്ണെണ്ണ വിളക്കിന് ചുറ്റും ഇരിക്കുകയാണ്. ഒരു സ്റ്റൂളേൽ ഒരു മണ്ണെണ്ണ വിളക്ക് വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. മാവേലിക്കൊരു പവർ ഹൗസ് പണിയുന്നേ ഉള്ളൂ. പണി തുടങ്ങിയേ ഉള്ളൂ. അപ്പോഴാണ് ഈ ചിമ്മിനി വിളക്കിൻ്റെ ചുറ്റും ഇരുന്നത്. എനിക്കറിയാത്ത ഒരു ഭാഷയും കൂടെ പറയുന്നു. അതിവിടെ നല്ലപോലെ കേട്ടല്ലോ ഇന്ന്. എനിക്കറിയപ്പെടാത്തൊരു ഭാഷയും പറയുന്നു. ഇതെന്താണെന്ന് കാണാൻ ഈ സിഗരറ്റ് കയ്യിൽ അടുക്കി വെച്ചുകൊണ്ട് വഴിയരികിൽ നിന്നവരെ വിദ്വാനായിരിക്കുന്നത്. ഞാൻ വഴിയരികിൽ നിൽക്കുകയും എൻ്റെ മുഖം അദ്ദേഹത്തിന് കാണാൻ വയ്യ. കാരണം ലൈറ്റ് ഇല്ലല്ലോ, കറണ്ട് ഇല്ല. മാവേലിക്കര പവർ സ്റ്റേഷൻ പണിയുന്നേ ഉള്ളൂ. ആ മണ്ണെണ്ണ ചിമ്മിനി വിളക്കിൻ്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ കണ്ടോ അദ്ദേഹത്തിൻ്റെ എൻ്റെയും മുമ്പിൽ ഒട്ടക്കി മുമ്പോട്ട് വിരൽ ചൂണ്ടി, അല്ലയോ യുവാവേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ യുവാവാണെന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഈ ഇരുട്ടത്ത് കണ്ണിക്കുള്ള അറിയാത്ത ഇരുട്ടാ. ആ ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്തുനിന്ന് 50 അടി ആ വായിക്കൽ നിൽക്കുന്നവരെ പോലെ അത്രയും ദൂരെ നിൽക്കുന്ന എന്നെ യുവാണെന്ന് ആര് പറഞ്ഞു? ദൈവത്തിൻ്റെ ആത്മാവ് സകലവും അറിയുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിരിപ്പ് എന്താണെന്നോ, നിങ്ങളുടെ രഹസ്യങ്ങൾ എന്താണെന്നോ, പരസ്യം എന്താണെന്നോ, നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണെന്നോ, നിങ്ങളുടെ ആവേശം എന്താണെന്നോ, നിങ്ങളുടെ താല്പര്യങ്ങൾ ഏതൊക്കെയാണെന്നോ സാക്ഷാൽ അറിയുന്ന ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടുത്തെ പാസ്റ്റർമാർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെ അറിയുന്നവൻ ഇവിടെ ഉണ്ടോ? നിങ്ങളെ കാണുന്നവൻ ഇവിടെ ഉണ്ടോ? നിങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നവൻ ഇവിടെ ഉണ്ടോ? നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അൻപതടി ദൂരം നിന്ന എന്നെ മുഖം കാണാതെയും ശരീരം കാണാതെയും ആ ദൈവദാസൻ ആ സ്റ്റൂളിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ആ ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്ത് നിന്നുകൊണ്ട്, അല്ലയോ യുവാവേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഞാൻ നിന്നെ പറഞ്ഞയച്ച് എനിക്ക് വേണ്ടി എന്റെ ശബ്ദം ഉയർത്തുവാൻ ഞാൻ തെരഞ്ഞു വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീ. സ്നേഹിതരെ, ഞാൻ അന്ന് ഒരു തീരാവ്യാധിക്ക് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക.
അമിതമായ ലഹരി ഉപയോഗിച്ച് എൻ്റെ കരള് കേടായിപ്പോയി. 18 വയസ്സ് 19 വയസ്സുള്ള ഒരുത്തം പഠിക്കാന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ കരളാകെ തകർന്നു പോയി. വലിയ ക്ലേശമായി. 3 ആശുപത്രിയിൽ എൻ്റെ പിതാവിനെ കൊണ്ടുപോയി. അന്ന് മാവേലിക്ക് ആദ്യമായിട്ട് ആരംഭിച്ച ഡോക്ടർ എ ഡി വർഗീസിന്റെ ആശുപത്രി, ഡോക്ടർ ഫിലിപ്പിന്റെ ആശുപത്രി, ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രി, ഇതെല്ലാം അന്ന് തുടക്കമാണ്. ഈ 3 ആശുപത്രിയിലും എന്നെ കൊണ്ടുപോയി. അന്ന് ടാക്സിക്കാർ കിട്ടുന്ന കാലമല്ല. ഞങ്ങൾക്ക് കൊമ്പേ മണി കെട്ടിയ വില്ലുവണ്ടി, കാളയുള്ള വില്ലുവണ്ടി ഉള്ളത് കൊണ്ട് ഈ വണ്ടിയെ വെച്ചോ ആശുപത്രി മുഴുവൻ എന്നെ കൊണ്ടുപോയി. എന്തിനാ? വിദ്യാർത്ഥിയാകാണെന്ന്. പക്ഷെ എൻ്റെ കരളിന് കേടുപറ്റിപ്പോയി. ഒരു ചുമ തുടങ്ങിയാൽ വില്ല് വളയും പോലെ വളയും. അതുവരെ അങ്ങ് ചുമയ്ക്കും, എന്നിട്ട് തളർന്ന് കിടക്കും. ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു രോഗം തുടങ്ങാൻ എന്താണ് കാരണമെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പ്രയാസമായി. ഡോക്ടർ എ ഡി വർഗീസിനെ രഹസ്യത്തിൽ വിളിച്ച് എൻ്റെ രഹസ്യ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഡോക്ടർ ഫിലിപ്പ് എന്നെ വിളിച്ച് ചോദിച്ചു. ഇതൊന്നുകൊണ്ടും തികയാതെ വയസ്കര മൂസിൻ്റെ അവിടെ എന്നെ കൊണ്ടുപോയി. എല്ലാം വില്ലുവണ്ടിയല്ല, കോട്ടയം വരെ കാളവണ്ടി, വില്ലുവണ്ടി. വയസ്കര മൂസ് എന്നെ നല്ലപോലൊന്ന് സെർച്ച് ചെയ്തു. എൻ്റെ ആകമാന ജീവിതം അദ്ദേഹം ദ്രാസിൽ തൂക്കുന്ന പോലൊന്ന് തൂക്കി. പുറത്തു വന്ന അപ്പച്ചനോട്, ഒരു നല്ല ചെറുപ്പക്കാരനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ കളഞ്ഞല്ലോ. അപ്പച്ചനോട് മറുപടിയാ. എന്ത് ചെയ്യും? ചികിത്സ നിശ്ചയിച്ചു. ഈ നെയ്യ് ലേഹ്യം എന്നൊക്കെ പറയുന്നതിൽ നെയ്കളിലേക്ക് വില കൂടിയ ഒരു നെയ്യുണ്ട്, ഇന്നുകാന്തം നെയ്യെന്ന് പറയും. ആ ഇന്നുകാന്തം നെയ്യ് 6 മാസം സേവിച്ച് പഥ്യതിരിക്കണം. 15 ദിവസം സേവിച്ച് 15 ദിവസം പഥ്യതിരിക്കണം. അങ്ങനെ 6 മാസം 6 റാത്തൽ ലേഹ്യം നെയ്യ് സേവിക്കണം. ആ 6 റാത്തൽ നെയ്യും വാങ്ങിച്ചുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത്. സേവ തുടങ്ങി, പഥ്യം തുടങ്ങി. പക്ഷേ ഐ കുഡ് നോട്ട് ലീവ് മൈ ബാഡ് മൂമെൻറ്റ്സ്. എൻ്റെ ആ ചീത്തയായ പ്രവൃത്തികളെ ഉപേക്ഷിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. രഹസ്യത്തിൽ ആരും അറിയാതെ വീണ്ടും സിഗരറ്റ് വലിക്കും. രഹസ്യ പാപങ്ങൾ, രഹസ്യ ദോഷങ്ങൾ, മറ്റു വിധത്തിൽ ഇന്നർ ആൻഡ് ഔട്ടർ വേ, എവരിതിങ് ഐ മൂവ്, എവരിതിങ്, എല്ലാ ദോഷങ്ങളും എന്നിൽ ഉണ്ടായിരുന്നു. കോപത്തിന് മരുന്നെന്ന, ശാഠ്യത്തിന് മരുന്നെന്ന, ദേഷ്യത്തിന് മരുന്നെന്ന, അതൊന്നും മരുന്നില്ലല്ലോ. ഇതെല്ലാം തികഞ്ഞ ഒരു യൗവനക്കാർ. കുടുംബപ്പെരുമ എവിടെ? എൻ്റെ ജ്യേഷ്ഠൻ അപ്പോൾ ആ ടൈമുകളിൽ മുതലേ അദ്ദേഹം പോലീസ് ഇൻസ്പെക്ടറാണ്, അധികാരമുള്ള ജോലിയാണ് അന്ന്. എന്നാൽ ആരായാലെന്നാ, എന്തായാലെന്നാ, പാപം നമ്മളെ നശിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. പാപം നമ്മളെ ഭോഷന്മാരാക്കുകയാണ്. പാപം നമ്മളെ തിന്നു പിടിക്കുകയാണ്. പാപം നമ്മളെ ദ്രവിപ്പിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം കേൾപ്പാൻ എൻ്റെ 20ാമത്തെ വയസ്സിൻ്റെ ജന്മദിവസം പെന്തിക്കോസ്തുകാരുടെ യോഗത്തിൽ ആദ്യമായിട്ട് പോയിരിക്കുകയാണ്. ജന്മസമയം രാത്രി 11:05 ആണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് 11:05. അന്നത്തെ രാത്രി യോഗങ്ങൾ മിക്കവാറും 12 മണിക്ക് തീരി കൊള്ളായിരുന്നു. ആ പെന്തിക്കോസ്തുകാരുടെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉദ്യമിപ്പിച്ചു. എന്നിൽ ഏതോ ഒരു പരിവർത്തനം വരുത്തുന്നു. എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല, എൻ്റെ കാലിളകുന്നു. ഞാൻ ആകെ പിടിച്ചു നോക്കി, ഇല്ല. എൻ്റെ കൈകൾ ഇളകുന്നു, എൻ്റെ കാലിളകുന്നു. എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ നടുവിൽ എഴുന്നേറ്റു. നല്ല കുടുംബ പെരുമയുള്ള ഒരു വ്യക്തി, നല്ല നിലയുള്ള ഒരു വ്യക്തി, ആ ദേശത്തെ നിശ്ചയമായും ഒരു ലക്ഷപ്രഭുവിൻ്റെ മകൻ, നിശ്ചയമായും. എന്നാൽ ദൈവമുമ്പാകെ എഴുന്നേറ്റപ്പോൾ
I felt nothing. I was nothing before my God. എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഞാൻ ആരുമല്ല. ഞാൻ നെഞ്ചടിച്ച് കരയാൻ തുടങ്ങി. ഞാനൊരു പാപിയാണ്. എനിക്കെൻ്റെ യേശുവിനെ വേണം. ഞാനൊരു പാപിയാണ്. എനിക്കെൻ്റെ യേശുവിനെ വേണം. വിളിച്ചുകൂവി. ഇന്നത്തെ രക്ഷയെല്ലാം പൊളവൻ ആമ്പലിനിടയ്ക്ക് തലയിൽ കിട്ടുന്ന പോലെ. ഇപ്പൊ കർത്താവിന് വെറുതെ കൊടുക്കുന്നൊരു കൈവക്ക്. സഹോദരിമാർ മാത്രമല്ല, സഹോദരിമാർ പേടിക്കണ്ട. ഇന്നത്തെ രക്ഷിക്കപ്പെടൽ ഇത്രേ ഉള്ളെന്ന് എനിക്ക് തോന്നിക്കുന്നു. അല്ല, നെഞ്ചടിച്ച് കരഞ്ഞ് അലറി കൂക്ക് വിളിച്ചോ പാപിയാണ് എന്ന് വിളിച്ച് സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒഴുക്കാവുന്ന കണ്ണുനീർ മുഴുവൻ ഒഴുകി. നിന്റെ രക്ഷ വളരെ വലുതാണ്. ഞാൻ നല്ല വില കൊടുത്തേ ഒക്കുള്ളൂ കേട്ടോ. ഒരു ചാട്ടം കൊണ്ടോ ഒരു മറിച്ചിൽ കൊണ്ടോ ഒരു ബഹളം കൊണ്ടോ തിരികില്ല. യു ഹാവ് ടു പേ ഫോർ ദാറ്റ്. ഞാൻ നല്ല വില കൊടുത്തെങ്കിലേ വെക്കും. വില നിന്റെ ആരും നിന്റെ ദൈവം നിന്റെ പണത്തിനിരിക്കുകയല്ല. നിന്റെ എന്തോ ഭൗതിക കാര്യങ്ങൾക്ക് ഇരിക്കുകയല്ല. ദൈവത്തിന് വേണ്ടി നിന്നെയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 71 വർഷം കൊണ്ട് യേശുവിൻ്റെ ഒരു സാക്ഷിയായി ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലേക്ക് ദൈവം അയച്ചു. ഈ ലോകത്തിൽ നിങ്ങൾ നിവസിക്കുന്ന 24,000 മൈൽ ചുറ്റളവുള്ള ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും എന്നെ അയച്ചു. അമേരിക്ക മാത്രമല്ല. എത്ര വട്ടം പോയിട്ടുണ്ട് അമേരിക്കയിൽ? എനിക്കിതൊക്കെ അറിയാം. ഇത് പറയുമ്പോൾ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഫോൺ വിളിച്ച് ഫോൺ നമ്പർ വാങ്ങിച്ച അപ്പോഴത്തെ ലോകമൊക്കെ പോയിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു മകൾ കെട്ടിക്കാതെ നിൽക്കുന്നു, അവൾക്ക് വേണ്ടി ഒരു ചിന്ത. 100 ഫോണാണ് എനിക്ക് വരാം ഈ കെട്ടിക്കാതെ നിൽക്കുന്നത് പിള്ളേർക്ക് വേണ്ടി. കല്യാണം ആലോചിച്ച് സ്ത്രീധനം കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഇതൊക്കെ പരസ്യപ്പെടുത്തുന്നത് അല്ലല്ലോ പ്രിയരേ. ലോകത്തിലെ കാര്യസാധ്യങ്ങളല്ല ദൈവമക്കൾക്ക്. ദൈവം നിന്നെ വേണം. നിന്നെ വേണമെന്നോ നിന്റെ കുടുംബത്തെ വേണം. എനിക്ക് 6 മക്കൾ, 6 മരുമക്കൾ, അവരുടെ മക്കൾ 18, 18ൻ്റെ മക്കൾ 27 കൊച്ചുമക്കൾ. ഒരു വിപുലമായ കുടുംബമായി ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി എനിക്ക് എൻ്റെ പിന്നിലൊരു വിപുലമായ കുടുംബം. അതിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അക്കൗണ്ടൻസ് ഉണ്ട്, അധ്യാപകരുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു വിപുലമായ കുടുംബം. ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലെത്താനാണ്. ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ നിൽക്കാനാണ്. ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത് നിന്നെ ഉയർത്താനാണ്. ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ സജ്ജീകരണങ്ങളും ചെറുപ്പക്കാരായ എൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളൂ ഇവർക്കൊക്കെ ഇപ്പോൾ. എങ്കിലും അവരുടെ ഉത്സാഹവും അവരുടെ തഞ്ചേടവും അവരുടെ ഭാഷണങ്ങളും അവരുടെ രീതികളും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് അങ്ങ് തുള്ളുകയാണ്, സന്തോഷിക്കുകയാണ്. ദൈവം എത്ര വലിയവൻ. മുൻപോട്ട് പോകാം. ഒരു കല്യാണക്കുറി വായിപ്പിച്ചതാണ്. കല്യാണം എപ്പോഴാന്ന് പറയണ്ടായോ? പറയണം. നമുക്ക് സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം അരുളി ചെയ്തിരിക്കുന്നൊരു വിഷയം എന്താ? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, വരുന്നു. നീ വിശ്വസിക്കുന്ന നിന്റെ ആത്മമണവാളായ ആത്മപ്രിയനായ ആത്മമണവാളനായ യേശു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അതിവേഗം വരും. നീ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാം. That is your side. But God wants you to prepare you for that coming of the Lord. നിന്നെ അതിൽ ഒരുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. അതിനാണ് ഈ യോഗം, അതിനാണ് ഈ സഭായോഗം, അതിനാണ് ഈ കോൺവെർസേഷൻ, അതിനാണ് ഈ പ്രസംഗങ്ങൾ. പ്രിപ്പയർ, ഒരുക്കുവാൻ. എങ്കിൽ 5 കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടിയുള്ളൂ. 1,
അവൻ വരുന്നു. കർത്താവിൻ്റെ വരവ്, കുഞ്ഞാടിൻ്റെ കാന്ത ഒരുങ്ങുന്നു. എങ്ങനെ? തന്നെത്താൻ. ഷീ herself prepareth for that. അവൾ തന്നെത്താൻ ഒരുങ്ങുന്നു. തന്നെത്താൻ ഒരു വിശ്വാസി ചെയ്യേണ്ട 5 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഒന്ന്, നിങ്ങൾ തന്നെത്താൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഹരിശ്രീ പഠിക്കുമ്പോൾ പണ്ട് കാലത്ത് ഹരി ഹരി ചിറി ചിറി, അങ്ങനെയല്ല. നീ തന്നെത്താൻ അറിയണം ചില കാര്യം. യു ഹാവ് ടു നോ യുവർസെൽഫ്. നീ തന്നെത്താൻ രുചിക്കണം, തന്നെത്താൻ അറിയണം, തന്നെത്താൻ ചെയ്യണം, തന്നെത്താൻ ഒരുമ്പടയണം. എന്താണ് തന്നെത്താൻ അറിയേണ്ടത്? നിങ്ങൾ മുമ്പേ ആരായിരുന്നു? വിളിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മുമ്പിലെ കുഞ്ഞുങ്ങളൊന്നും അല്ലായിരുന്നു. പാപത്തിലും ദോഷത്തിലും മറ്റു വിധത്തിലുള്ള അധപ്പതങ്ങളിലും അഴുക്കുകളിലും കിടന്ന് വിളയാടിയവരല്ലേ? എൻ്റെ വൈഫ് മരിച്ചിട്ടപ്പോൾ 7ാമത്തെ വർഷമാണ്. അവൾ രോഗിയായി തീർന്നപ്പോൾ ഞാൻ മദ്രാസിൽ 4 കൺവെൻഷന് പ്രസംഗിക്കാൻ പോയിരിക്കുക. പെട്ടെന്ന് എനിക്ക് ഫോൺ വന്നു, അമ്മച്ചിക്ക് സുഖമില്ല. ഞങ്ങൾ അമ്മച്ചിയെ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോയി. ഞാൻ വളരെ കേട്ട മാത്രയിൽ ഏത് ആശുപത്രിയെന്ന് ചോദിച്ചില്ല. എന്തിനു കൊണ്ടുപോയി? ഞാൻ ഇവിടെ ഈ ഉപദേശിക്കുന്ന ഉപദേശത്തെ വിട്ട് എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്താ ഉടനെ ചോദിച്ചു. മക്കളോടാ. അവരങ്ങനെ ചെയ്തു. കൊണ്ടുപോകാതിരിക്കാൻ നിൽക്കുമോ? അവിടെ ചെന്നപ്പോൾ പരിമല ആശുപത്രിയിലോ അവിടെയുള്ള എല്ലാ ഡോക്ടർമാരും അവളെ പരിശോധിച്ചിട്ട് അമ്മച്ചിയെ തിരിച്ചു കൊണ്ടുപോകും. അമ്മച്ചിക്ക് ചികിത്സ പറ്റിയില്ല. ബ്രെയിനിലെ 2 ഞരമ്പങ്ങ് പൊട്ടിപ്പോയി. ഇനി അമ്മച്ചിയെ ചികിത്സിക്കുന്നെങ്കിൽ വെല്ലൂരാണ് കൊണ്ടുപോകേണ്ടത്. അതും വിതിൻ ഫ്യൂ അവേഴ്സ് യു ഹാവ് ടു റീച്ച് വെല്ലൂർ. വെല്ലൂരിൽ ചില അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ എത്തണം. അത് സാധിക്കുമോ? ബ്രെയിനിൻ്റെ 2 ഞരമ്പങ്ങ് പൊട്ടിപ്പോയി. അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ കിടന്നു. ഞാൻ തമിഴ്നാട്ടിൽ പ്രസംഗമാണ്, 4 കൺവെൻഷൻ. എനിക്ക് മോറയ്ക്ക് ഫോൺ ഫോൺ ഫോൺ. ഞാൻ പറഞ്ഞു, ഈ കൺവെൻഷനിൽ പ്രസംഗിച്ചാൽ ഞാൻ വരികയില്ല. ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത്ര നാൾ എനിക്ക് നല്ല ദൈവം, ഞാൻ വന്നിട്ടേ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും. കൺവെൻഷനെ ഇട്ടേച്ച് വചനം കളഞ്ഞ വരികയില്ല എന്ന് പറഞ്ഞു. അവരെല്ലാം ഭാരപ്പെട്ടു. അയ്യോ അപ്പച്ചനില്ല. അമ്മച്ചി 13 ദിവസം കിടന്നു. പരിമല ആശുപത്രിയിലെ ഡോക്ടർമാർ മുറയ്ക്ക് വിളിച്ച് ചോദിക്കും, എല്ലാം ശരി. 13ാം ദിവസം ഞാൻ വന്നു. എന്നെ കണ്ടു, ഞാനും കണ്ടു. ഈ ബൈബിളിൻ്റെ 1-ാം പേജിൽ ആ പടങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ കൊണ്ടൊന്നുമല്ല. പപ്പ വന്നു. എൻ്റെ കൈ പിടിച്ച് അവിടെ നെഞ്ചിലേക്ക് വെച്ചു. എൻ്റെ കൈ പിടിച്ചു വെച്ചു. ആ കൈ വെച്ചിരിക്കുമ്പോൾ അവൾ വലത് കൈ ഇങ്ങനെ ഉയർത്തി. എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പപ്പ പോവാന്നാണ് പറഞ്ഞത്. ആ പടം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ എല്ലാവരും കൂടെ തിക്കിക്കയറി വരരുത്, കാണേണ്ടവർക്ക് കാണാം. എല്ലാവരും കൂടെ പടം കാണാൻ തിക്കിക്കയറി വരരുത്. ഞാൻ എൻ്റെ പടം കാണിക്കാൻ വന്നതല്ല. പ്രിയരെ, അവൾക്ക് അങ്ങനെ ഒരു അന്ത്യം, നല്ലൊരു അന്ത്യം. അടക്കം പിറ്റേന്ന് വെച്ചു. എല്ലാവരും പിള്ളേരൊക്കെ വരണമല്ലോ. അന്ന് രാത്രി ഇരുന്ന് ഞാൻ ഒരു പാട്ട് എഴുതാൻ തുടങ്ങി. ഭാര്യ മരിച്ചു കിടക്കുന്നു, സ്വന്തക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, അന്തരീക്ഷങ്ങൾ മരണത്തിന് ശുശ്രൂഷയ്ക്കുള്ള പന്തലിട്ടുകൊണ്ടിരിക്കുന്നു. സകല ഒരുക്കങ്ങളും ചെയ്യുമ്പോൾ പാസ്റ്റർ ജോൺ വർഗീസ് എന്ന് പറയുന്ന ഈ ആൾ എൻ്റെ മുറിയിൽ നിന്ന് പാട്ടെഴുതുക. എന്താ? എൻ്റെ വൈഫിൻ്റെ മരണത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പാടാനൊരു പാട്ട് വേണം.
എൻ്റെ പിള്ളേരെയെല്ലാം വീട്ടിൽ പാട്ട് സംഗീത അഭ്യസനം അമ്മച്ചി പഠിച്ചു കിടക്കുന്നു. എന്തുവാ എല്ലാവരെയും വിളിച്ച് വരിക, അമ്മച്ചിയുടെ ശവത്തിന് ചുറ്റും പിന്നീട് നിന്ന് എന്നോട് ചേർന്ന് എല്ലാവരും പാടണം. എല്ലാവരും പഠിച്ചു. യേശുവേ എൻ ജീവനേ നീ മാത്രമൻ മഹൽ ഭാഗ്യമേ. യേശുവേ എൻ ജീവനേ നീ മാത്രമൻ മഹൽ ഭാഗ്യമേ. നിന്ദാവഹം ഈ മായാസുഖം വെറും കണ്ണീരല്ലോ അതിൻ്റെ അന്തം. നിന്ദാവഹം ഈ മായാസുഖം വെറും കണ്ണീരല്ലോ അതിൻ്റെ അന്തം. സ്വർഗത്തിലോ ഈ ഭൂമിയിലും നീ എന്നിയേ എനിക്കാരുമില്ലേ. സ്വർഗത്തിലോ ഈ ഭൂമിയിലും നീ എന്നിയേ എനിക്കാരുമില്ലേ. നീ എൻ പിതാ, നീ എൻ മാതാ, നീ എൻ്റെ സങ്കേതവും. നിന്നെ മാത്രം ഞാൻ കാത്തിരിപ്പൂ. നീ എന്നെ കൊന്നാലും എൻ കാന്തനേ. ആ ആ സ്വർഗത്തിലോ ഈ ഭൂമിയിലും നീ എന്നിയേ എനിക്കാരുമില്ലേ. നല്ല മനോഹരമായൊരു പാട്ട്. അവളുടെ ശവം അവിടെ കിടക്കുകയാണ്. മോർച്ചറിയിൽ കൊണ്ടുപോകാതെ അവിടെ വെച്ചോ. ഹോം മോർച്ചറി ഒരുക്കി. ആ മോർച്ചറിയിൽ ആളുകൾ തേരാപ്പാര വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന പാസ്റ്റർ ജോൺ വർഗീസ്, ദൈവജനത്തിന് പിൽക്കാലത്തും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയുള്ള പാട്ടെഴുതുകയായിരുന്നു ചെയ്തത്. എനിക്ക് പോയല്ലോ, എൻ്റെ ഭാര്യ പോയല്ലോ, എൻ്റെ ദൈവമേ, നോ നോ നോ. ചെറുപ്പക്കാരായ കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ ഈ വഴി കടന്നു വരുന്നേ ഉള്ളൂ. ഈ സത്യസുവിശേഷത്തിന് വേണ്ടി നിങ്ങളോട് ഈ സാക്ഷീകരിക്കുന്ന ഞാൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ എണ്ണി നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുത പരതന്ത്രരാകും. വടക്കേ ഇന്ത്യയിൽ ഒറീസ, മധ്യപ്രദേശ്, രാജസ്ഥാൻ്റെ കിഴക്കേയറ്റം, ഈ സ്റ്റേറ്റുകളിലെല്ലാം കൽക്കട്ട വരെയും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ യാത്ര പോയി 2682 പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പലയിടത്ത് വെച്ചോ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് തള്ളി തകർത്തിട്ടുണ്ട്. എന്നെ കാറിൽ നിന്ന് പിടിച്ച് വെളിയിലിറക്കി ഷൂസിട്ട് വാഴപ്പിണ്ടിയെ ചവിട്ടും പോലെ ചവിട്ടിയിട്ടുണ്ട്. വാഴപ്പിണ്ടി ചവിട്ടും പോലെ. ഉപദേശിമാരെ, കർത്താവിൻ്റെ വേലക്കാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, സുവിശേഷം വളരെ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഈ ശരീരത്തിലുള്ള അടി ഇടി നിങ്ങളോട് നമ്പർ പറഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കാനല്ല, യേശുവിന് വേണ്ടി, സത്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഓരോ കാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങൾ. 16 ദിവസം ഒരിക്കൽ ഭക്ഷണമില്ലാതിരുന്നു. 16-ാം ദിവസം രാവിലെ മുഖം കഴുകിയിട്ട് വേദപുസ്തകം വായിക്കാൻ വന്നിരുന്നു. ഒരധ്യായം വായിച്ചപ്പോൾ
എൻ്റെ ഉള്ളു പ്രകാശിക്കുകയാണ്. ഞാൻ പേനായിട്ട് എഴുതാൻ തുടങ്ങി. സ്തോത്രഗീതം പാടുക നീ മനമേ. പാട്. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ, സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിനും പതറിയിടരുത്. ഒന്നിനും പതറിയിടരുതേ. കണ്ണീരിൻ വഴി പോയിടിലും ഒന്നിനും പതറിയിടരുതേ. കണ്ണീരിൻ വഴി പോയിടിലും മന്നരിൽ മന്നവൻ നമ്മോടുകൂടെ വന്നും അവൻ നമ്മെ വഴി നടത്തും. നമ്മോടുകൂടെ അല്ല, നിന്നോടുകൂടെ. ദൈവം എന്നോട് പറഞ്ഞ മന്നരിൽ മന്നവൻ നിന്നോടുകൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും. നമ്മയല്ല, നിന്നെ. എന്നും അവൻ നിന്നെ വഴി നടത്തും. Lord was speaking to me. 14 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കേണ്ട സമയം അവിടെ ഇരുന്ന പാട്ടെഴുതാ ചെയ്തേ. അതിന് 2 ദിവസം മുമ്പേ എൻ്റെ ഭാര്യ തളർന്നുപോയി. 14-ാം ദിവസം അവിടെ മുറിയിലൊരു ഞരക്കം. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞിപ്പോൾ ഒരു സെൻട്രൽ മാസ്റ്ററുടെ ഭാര്യ, അതിൻ്റെ ഇളയവനുമുണ്ട്. അവൻ ബോംബെയിൽ ജോലി ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങളൂടെ അവിടെ നെഞ്ചിൽ കിടക്കുകയാണ്. അവിടെ മുറിയിലൊരു ഞരക്കം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആകെ തളർന്നു വീണു. 14-ാം ദിവസം വാതിലിൽ നിന്നുകൊണ്ട്, എന്താ സഹജേ, തളർന്നുപോയോ? എൻ്റെ ഭാര്യയെ ഞാൻ അക്കാലത്ത് സഹജേ എന്നാണ് വിളിക്കുന്നത്. 54 വർഷം കുടുംബജീവിതം ചെയ്ത ഞാൻ എൻ്റെ ഭാര്യയെ എടിയേ എന്ന് വിളിച്ചിട്ടില്ല. ഉപദേശിമാരെ ഇന്ന് നിർത്തിക്കോണം. ഇനി മേലാ ഭാര്യയെ എടിയെന്ന് വിളിക്കരുത്. എടിയെന്നുള്ളൊരു ആഭാസ വാക്കാണ്. അതിൻ്റെ പുല്ലിങ്ങൾ ഇടോന്ന്. നിങ്ങൾ എടിയെ വിളിക്കുമ്പോൾ അവളെ ഇടോന്ന് വിളിച്ചാൽ നിങ്ങളുടെ വീട് പിന്നെ ചന്തയാ. എക്സ്പീരിയൻസ് ഇസ് എ ടീച്ചർ. അനുഭവമാണ് ആശാൻ. എൻ്റെ ഭാര്യ എടിയെന്ന് വിളിച്ചിട്ടില്ല. ഞാൻ 66 പുസ്തകം തലയിൽ വെച്ചോണ്ടാ പറയുന്നത്. ആദ്യമേ അവിടെ പേര് അത് മുഴുവൻ വിളിക്കത്തില്ലായിരുന്നു. ലീലാമ്മ എന്നായിരുന്നു പേര്. ലീലാം ഇത്ര വിളിക്കൂ. ലീലാമോ എന്ന് വിളിച്ചിട്ടില്ല. ആ മോയൊന്നും വേണ്ട. ലീലാം. 2ാമത് വിളിച്ചു തുടങ്ങി സഹജേ. ആ വിളിക്കുന്ന കാലത്ത് ആ പാട്ടെഴുതിയ അതല്ലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. 14-ാം ദിവസം എഴുതിയാണ്. നിങ്ങളോട് പറയട്ടെ, അന്ന് അവിടെ നെഞ്ചിൽ കിടന്ന മൂത്ത കുട്ടി ഇപ്പോൾ ഒരു സെൻട്രൽ മാസ്റ്ററുടെ ഭാര്യ. അവരുടെ മക്കൾ 3 പേർ. ഒരു മകൻ സ്വന്തമായൊരു കമ്പനി ദുബായിൽ നടത്തുന്നു. മറ്റ് 2 പേർ 2 മേന്മയായ രംഗത്തിരിക്കുന്നു. ദൈവം ആരെയും അനാഥരായി വിട്ടിട്ടില്ല. ദൈവം നിന്നെ അനാഥനായി വിടാനല്ല വിളിച്ചത്. ദൈവം നിന്നെ പരാധീനക്കാരനായി വിളിക്കാൻ അല്ല വിളിച്ചത്. ഡോണ്ട് ബി അഷൈംഡ്. നീ ലജ്ജിക്കേണ്ട. ഡോണ്ട് ബി അഷൈംഡ്. നീ ലജ്ജിക്കേണ്ട. ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടുമ്പോൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ആഴ്ച സ്വന്തക്കാരെല്ലാം കൂടെ ചേർന്ന് എന്നെ ഇതിൽ നിന്ന് പിടിച്ചു വലിച്ചു മാറ്റാൻ ഉള്ള ശ്രമം ചെയ്യുമ്പോൾ ഞാൻ പള്ളിപ്പാട്ട് സ്ഥലത്തേക്ക് വേദപുസ്തകവുമായി സഭായോഗത്തിന്
അന്നും വേദോത്സവം ഇങ്ങനെ പിടിക്കും. പോകാണ് പെൺപിള്ളേർ പിടിക്കുന്നവരെ വേദോത്സവം ഇങ്ങനെ പിടിച്ചോണ്ടാ പോക്ക്. വലിയൊരു ശബ്ദം കേട്ടു. ഞാൻ സൂചന അറിഞ്ഞിരുന്നു. എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരെല്ലാം കൂടെ എന്നെ ആക്ഷേപിക്കാൻ തുനിഞ്ഞിരിക്കുന്നു. 16 യുവാക്കൾ തെങ്ങിൻ്റെ മടൽ വെട്ടി ചെത്തിയൊരുക്കി വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. എന്നെ അടിക്കാനല്ല, എന്നെ അടിക്കുകയുമില്ല. എന്താണെന്ന് ഞാൻ വിവരിക്കത്തില്ല എന്താണ്. ഞാൻ 2 യുവജന ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. മുട്ടംപള്ളിപ്പാട് വള്ളംകളി യുവജന ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. 57 പേര് വള്ളംകളി പഠിപ്പിച്ച് ചുണ്ടൻവള്ളം വാടകയ്ക്കെടുത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ വകയായ ചുണ്ടൻവള്ളം ആണ്ടുതോറും വാടകയ്ക്കെടുത്ത് ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, കാരിച്ചാൽ വള്ളംകളി, നീലേറ്റുപുറം വള്ളംകളി, ഇങ്ങനെ 6-7 വള്ളംകളി കഴിഞ്ഞായിരിക്കും വള്ളം കൊണ്ടേൽപ്പിക്കുന്നത്. അതിൻ്റെ 3ാമത്തെ അവരെ പിടിക്കുന്ന വിദ്വാനായത്. വയസ്സ് 18. അന്നേ മടിയനല്ല, ഇന്നും മടിയനല്ല. അന്നേ ഉദാസീനക്കാരനല്ല, ഇന്നും അല്ല. അന്നേ ഉറക്കം തൂങ്ങിയല്ല, ഇന്നും അല്ല. യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, യേശു എനിക്ക് സ്വന്തമായപ്പോൾ കുറെ കൂടെ ഉത്സാഹം. ഞാൻ വലിയ നേതൃത്വമായിട്ട് പോയപ്പോൾ എല്ലാവരും കൂടെ കൂക്കുവിളി. വീട്ടുകാരാ, ഞാൻ ആ റോഡിലങ്ങ് നിന്നു. അന്ന് കീഴ് റോഡില്ല, ആ മണൽ റോഡിൽ അവിടെ നിന്നു. അപ്പുറത്ത് കേൾക്കാ ശബ്ദം, നാട്ടുകാര് ഓടിവായോ, പേപ്പട്ടി പേപ്പട്ടി. 10-16 പേര് മണലിട്ട് അടിക്കുക. ആളുകൾ ഓടി വന്നു. എന്താ എന്താ പേപ്പട്ടി? എന്തിയെ? എന്നെയാ ചൂണ്ടിക്കാണിച്ചിട്ട്. ഞാൻ അതിശോക്തി പറയില്ല. സ്വർഗത്തിലെ ദൈവം കണ്ണങ്ങ് തുറന്നു. കീഴോട്ട് നോക്കിയപ്പോൾ തൻ്റെ ചോരയാൽ വിടുവിക്കപ്പെട്ട തൻ്റെ വില താൻ വില കൊടുത്തു വാങ്ങിയ ഒരു വിലയേറിയ ചെറുപ്പക്കാരൻ നിന്ന് അനുഭവിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ മെളിന്നൊരു പാത്രം ഇറങ്ങി വരുന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ പാത്രം ഇങ്ങോട്ട് വന്ന് എൻ്റെ തലയിലോട്ടങ്ങ് ഊറ്റി. കൃപയുടെ എണ്ണ, ഒരു പുതിയ അഭിഷേകം എന്താ തുടങ്ങി. ഇല്ല തുടങ്ങി. എന്ത്? വീട്ടുകാർക്കായി വീടും നാട്ടുകാർക്കായി വീടും സ്വന്തക്കാരെല്ലാം തള്ളും. ഒരിക്കലും മാറാത്ത ശ്രീയേശു തമ്പുരാൻ കൈകളിൽ താങ്ങിക്കൊള്ളും. ആദ്യത്തെ പാട്ട് എഴുതിയില്ല, റോഡിൽ നിന്ന് പാടി. വീട്ടുകാർ കൈവിട്ടേക്കാം, നാട്ടുകാർ കൈവിട്ടേക്കാം, സ്നേഹിതന്മാർ ഉപേക്ഷിച്ചേക്കാം, നിന്നെ ഉപേക്ഷിക്കാത്ത യേശു. നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളെല്ലാം പെട്ടെന്നു നീങ്ങിപ്പോകും. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം യേശുവിൽ നമ്മൾക്കുണ്ട്. ആദ്യമേ തുടങ്ങിയത് ഞാൻ എഴുതിയ 143 പാട്ടുകൾ ഇന്നത്തെ ക്രിസ്തീയ സഭ പാടുന്നുണ്ട്. സന്തോഷിച്ചു കൊള്ളുവീൻ, ദൈവത്തിന് പാടുവീൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പീൻ. നിങ്ങളെ അനാഥരായി അവൻ വിടുകയില്ല, വിടുകയില്ല. എന്നെ കൂക്ക് വിളിച്ചവരും പരിഹസിച്ചവരുമല്ലോ പിൽക്കാലത്തോ എൻ്റെ പാദം കഴുകി കൊടുത്താൽ കുടിക്കാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ വലിയ ആളല്ല, ദൈവം നമ്മെ വലിയവരാക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പിതൃകുടുംബത്തിൽ ഒരൊറ്റ അംഗങ്ങൾക്കും സാധിക്കാത്ത കാര്യങ്ങളാണ് ദൈവം സാധിപ്പിച്ചത്. ഒന്ന്, എല്ലാവരും പണസമ്പാദ്യം. ഒരു പൈസ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല. ലോക സഞ്ചാരം 5 വട്ടം ചെയ്തു, ലോകം മുഴുവൻ. അപ്പം സമ്പാദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു 2 നില കെട്ടിടം പോലും പണിഞ്ഞിട്ടില്ല.
ഇത് സമ്പാദ്യ മാർഗമല്ല, ഇത് സമ്പാദ്യക്കാരനാകുന്ന മാർഗമല്ല. ഇത് ത്യാഗത്തിൻ്റെ മാർഗമാണ്, ഇത് സേവനത്തിൻ്റെ മാർഗമാണ്, ഇത് സമ്പൂർണതയുടെ മാർഗമാണ്, ഇത് യേശുവിൻ്റെ രക്ഷയുടെ മാർഗമാണ്. സമ്പാദ്യക്കാരനാകുകയല്ല. 6 ഭാഷകളിൽ ഇടതടവില്ലാതെ പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാൾ ഇന്നൊരു ബാലനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. നമ്മുടെ മാർഗം സ്വയപ്രശംസയുടെ മാർഗമല്ല. നമ്മുടെ മാർഗം സ്വന്തം പേര് ഇളക്കപ്പെരുക്കം കാണിപ്പിക്കുന്ന മാർഗമല്ല. നമ്മുടെ മാർഗം സമ്പൂർണതയുടെ മാർഗമാണ്. ഇറ്റ്സ് എ റിലിജൻ ഓഫ് പെർഫെക്ഷൻ, പൂർണ്ണത. നിങ്ങൾ തികഞ്ഞവരും സകലത്തിലും സമ്പൂർണരുമായി തീരണമെന്ന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് ഫിലമോനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാ? നിങ്ങൾ തികഞ്ഞവരാകണം. പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. എന്തെല്ലാം? ഒന്ന്, നീ ദൈവസ്നേഹത്തിൽ തികഞ്ഞവനാകണം. പെർഫെക്റ്റ് ഇൻ ലവ് ഓഫ് ഗോഡ്. 2, ദൈവപ്രവൃത്തികളിൽ തികഞ്ഞവനാകണം. പെർഫെക്റ്റ് ഇൻ ദ ആക്ഷൻസ് ഓഫ് ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. 3, പെർഫെക്റ്റ് ഇൻ യുവർ നേച്ചർ. നിന്റെ സ്വഭാവത്തിൽ നീ തികഞ്ഞവനാകണം. 4, പെർഫെക്റ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നീ തികഞ്ഞവനാകണം. 5,